ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് ക്യാൻഡിൽ, അതുപോലെ തന്നെ ഇതൊരു യെല്ലോ ക്യാൻഡിൽ ആണ്. ഇതിൽ ഏതിനോടാണോ നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് മനസ്സിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുത്തത് വിശ്വസിക്കുന്നു. നമുക്ക് ആദ്യം ഓറഞ്ച് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. അതിനായിട്ട് ആ ഒരു ക്യാൻഡിൽ കത്തിക്കാം. ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. എന്താണ് നിങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്ന് നമുക്ക് നോക്കാം. ടു ഓഫ് പെന്റക്കിൾസ്, Eight of Pentacles, King of Swords, Two of Swords, Devil. ടു ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കൺഫ്യൂഷനിൽ ആണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ നിങ്ങളിൽ പലരും ഈ ഒരു സമയത്ത് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയും കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഇതിനോടകം തന്നെ ഒരുപാട് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ച ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിച്ച രീതിയിലോട്ട് ഈ ഒരു ബന്ധം ഇനിയും വന്നിട്ടില്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. കിങ് ഓഫ് സോർട്സിന്റെ എനർജിയും കിട്ടുന്നുണ്ട്. അതായത് ഇനി ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ബൗണ്ടറി വെക്കണോ എന്നുള്ള രീതിയിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ മാനസികമായിട്ട് വളരെയധികം ഒരു തളർച്ച ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായി എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ ഇവിടെ ഒരു ടു ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് ഒരുപാട് നിങ്ങളെ ഈ ഒരു ബന്ധം ഒരു കൺഫ്യൂഷനിൽ കൊണ്ട് ആക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാം, അതേസമയം തന്നെ കുറച്ച് ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ബന്ധത്തിൽ നിന്നും പതുക്കെ പുറത്തോട്ട് വരാം എന്നുള്ള 2 രീതിയിലും നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് ആശയക്കുഴപ്പം ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ഡബിൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറയുന്നത് ഇതൊരു കാർമിക് കണക്ഷൻ ആയിട്ടാണ്. അതായത് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഇനി മുന്നോട്ട് പോയാലും ഉണ്ടാക്കി തരുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തോട്ട് വരിക എന്നുള്ളത് സന്ദേശവും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബന്ധം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സമാധാനം, സന്തോഷം ഇതൊന്നും തരുന്നില്ല. മാത്രമല്ല നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം ഈ ഒരു സമയത്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇവർ നിങ്ങളോട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കും. അതേസമയം കുറച്ച് കഴിയുമ്പോൾ വളരെയധികം ഒരു ഡിസ്റ്റൻസ് ഇടും. ഈ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോകുന്നതായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും മുൻപ് ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്ന ഒരു എനർജി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയോട് ക്ഷമിച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആവർത്തനം കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊരു സമാധാനം, സന്തോഷം ഒന്നും കിട്ടുന്ന ഒരു എനർജി കാണിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു വ്യക്തിയുമായിട്ടൊരു ബൗണ്ടറി വെച്ച് ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തോട്ട് വരിക എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സന്ദേശം. അപ്പോൾ നമുക്ക് ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഫ്യൂച്ചറായിട്ട് നോക്കുമ്പോൾ ഒരു സമാധാനമില്ലാത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ
പുറത്തോട്ട് വരിക എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് തരുന്ന സന്ദേശം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അതല്ലാന്ന് വെച്ചാൽ അത് ഒരേ കാര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ഓറഞ്ച് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആയിട്ട് കിട്ടുന്നത്. അടുത്ത് നമുക്ക് യെല്ലോ ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ആ ഒരു ക്യാൻഡിൽ ഒന്ന് കത്തിക്കാം. യെല്ലോ ക്യാൻഡിൽ കത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ. Seven of Swords, Hanged Man, Ace of Cups, Six of Swords. ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. സെവൻ ഓഫ് സോർട്സിന്റെ എനർജി ആദ്യം വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ബന്ധത്തിനും മുൻപ് നിങ്ങൾക്ക് ചീറ്റിംഗ് കിട്ടിയ ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും മുൻപ് ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സമയത്ത് നിങ്ങളൊന്ന് അതായത് സ്റ്റക്കായി പോയ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധവുമായിട്ട് ഇനി മുന്നോട്ട് പോകണമോ, അതായത് ഈ ഒരു ബന്ധത്തിൽ ഞാൻ എന്ത് ആക്ഷനാണ് ഇനി എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങളിവിടെ സ്റ്റക്കായി പോയ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഒരു സംശയം, ഈ ഒരു വ്യക്തി ഇനി ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോകണമോ എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു സംശയം ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് ഒരു തെറ്റിവിടെ പറ്റിയതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു തെറ്റിലൂടെ ഈ ഒരു വ്യക്തി ഒരു പാഠം പഠിച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങൾ ഓർത്ത ആ ഒരു വ്യക്തി മാറിയ എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങൾക്ക് നേരെ വെച്ച് നീട്ടുന്ന സ്നേഹം ഇവിടെ ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അവരെ ഇനി വിശ്വസിക്കാം എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിക്സ് ഓഫ് സോർട്സ് പറയുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് പഴയ എല്ലാ തെറ്റുകളും മറന്ന് നിങ്ങൾക്കൊത്തിനി സമാധാനപൂർണമായ ഒരു ജീവിതം വേണം എന്നുള്ള രീതിയിൽ വളരെയധികം ആത്മാർത്ഥമായി നിങ്ങൾ ഓർത്ത വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിപ്പോഴും ഈ ഒരു വ്യക്തിയെ ഒരു വിശ്വാസമില്ല. ഇനിയും നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ചിന്ത അത് നിങ്ങളെ ഇപ്പോഴും അലട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഓവർ തിങ്കിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ച് തുടങ്ങാം എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് അവരുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റുണ്ടായി, ആ ഒരു തെറ്റിലൂടെ ആ ഒരു വ്യക്തി പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അവർ ചെയ്ത കാര്യം എന്തോ ഒരു കാര്യം അവർ നിങ്ങളോട് ചെയ്തു, നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ചെയ്തു. ആ ഒരു കാര്യത്തിലൂടെ ആ ഒരു വ്യക്തി ചെയ്ത കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി അതിലൂടെ അവർക്കൊരു തിരിച്ചറിവുണ്ടായി. ഇനി നിങ്ങൾക്കൊത്ത് സന്തോഷമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു വളരെ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്തുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചറും നല്ലതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇനി മുന്നോട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നല്ല രീതിയിൽ സന്തോഷവും സമാധാനവുമായി ജീവിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്യൂച്ചറായിട്ട് നല്ലതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ. താങ്ക് യു.